ഒരു കല്ലിട്ടതിന്റെ മേലെ ഒരു കല്ല് പോലും ഇടാത്തവർക്ക് ഈ പേരുകൾ പോണ്ടിങ് ടെസ്റ്റിന്റെയോ വാട്ടർ പ്രൂഫിങ്ങിന്റെയോ ഡിഫക്റ്റ് ലയബിലിറ്റിയുടെയോ ഒന്നിന്റെയും ചുമര് പോലും ഇല്ലാത്തടത്ത് ഇത്തരം കാര്യമില്ലല്ലോ. കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞത് വിശ്വസിച്ച് പല ആളുകളും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിൽ നിന്നും 15 ലക്ഷം രൂപ കൈപ്പറ്റി പോയവരുണ്ട്. ഈ 96 വീടുകളുടെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജു പി നായരും പറയുന്നുണ്ടായിരുന്നു. കൈത്താങ് പദ്ധതി രാഹുൽ ഗാന്ധിയുടെ അത് നിങ്ങൾ ഒളിച്ചു വെക്കുകയാണോ? കൂടാതെ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനോടും കോൺഗ്രസിനോടുള്ള വിമർശനം, പിന്നെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ശ്രീകുമാർ പറഞ്ഞത്. അല്ല, ഇവിടെ നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു. പോണ്ടിങ് ടെസ്റ്റ്, വാട്ടർ പ്രൂഫിങ്, ഡിഫക്റ്റ് ലയബിലിറ്റി, ഇതെല്ലാം പുതിയ പേരുകളാണ് എന്ന് നിങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസിനെയാണല്ലോ. അവർക്ക് ഈ പേരുകളൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു തറ പോലും ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. തറയോ കുഴിയോ ഒരു കല്ലിട്ടതിന്റെ മേലെ ഒരു കല്ല് പോലും ഇടാത്തവർക്ക് ഈ പേരുകൾ പോണ്ടിങ് ടെസ്റ്റിന്റെയോ വാട്ടർ പ്രൂഫിങ്ങിന്റെയോ ഡിഫക്റ്റ് ലയബിലിറ്റിയുടെയോ ഒന്നിന്റെയും ചുമര് പോലും ഇല്ലാത്തടത്ത് ഇത്തരം കാര്യമില്ലല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പേരുകളും ഇങ്ങനെയുള്ള സാങ്കേതിക കാര്യങ്ങളും ഒക്കെ പ്രധാനം തന്നെയാണ്. ആ ടൗൺഷിപ്പിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ നടന്നു വരികയാണ്. പിന്നെ രാഹുൽ ഗാന്ധി ഈ ദുരന്തബാധിതർക്ക് 96 വീട് കൊടുത്തു എന്നാണോ പറഞ്ഞത്? എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. 96 വീടല്ല, ഒരു വീട് പോലും കോൺഗ്രസിന്റെ ഭാഗമായി അല്ലാതെയോ? അത് അവര് വ്യക്തമാക്കേണ്ട കാര്യം. ഞങ്ങളുടെ അനുഭവത്തിൽ എവിടെയും ഒരു പദ്ധതിയുടെ പേരിലും ഇങ്ങനെ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ഇവിടെ വീട് കൊടുത്താൽ ഞങ്ങൾക്കറിയില്ല. അത് അവർ വിശദീകരിക്കേണ്ടതാണ്. അത് മറ്റൊരു വിഷയമാണ്. അത് മറ്റൊരു വിഷയമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിന്റെ ഈ ചർച്ചയിൽ ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാം. എന്റെ മുമ്പിൽ ഇന്ന് വരെ ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു ഇതില്ല. അത് അവർ വിശദീകരിക്കേണ്ട കാര്യം. ഇവിടെയുള്ള വിഷയം ഈ ദുരന്തബാധിതർക്ക് വീടുണ്ടോ? അതാണല്ലോ ചോദ്യം. ദുരന്തബാധിതരുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ വേറെ ഏതൊക്കെ വീട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വിഷയം പരിഹരിക്കപ്പെടുമോ? കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞത് വിശ്വസിച്ച് പല ആളുകളും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിൽ നിന്നും 15 ലക്ഷം രൂപ കൈപ്പറ്റി പോയവരുണ്ട്. അവർ ശ്രുതി ഉൾപ്പെടെയുള്ള അത്തരം ആളുകൾ ഇപ്പൊ തിരിച്ച് ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുക്കുകയാണല്ലോ. കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പല ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വാഗ്ദാനം ചെയ്തതൊന്നും കിട്ടാത്തതിന്റെയൊക്കെ ഭാഗമായി ഇപ്പൊ ശ്രുതി ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നു. എന്തിനാണ് ദുരന്തബാധിതരെ ഇങ്ങനെ യഥാർത്ഥത്തിൽ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് മരിച്ചവരുടെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞല്ലോ, തീർച്ചയായും വിഷുവിന് ഇത് കൊടുക്കണമെന്ന നിലയിൽ തന്നെയാണ്, ആ നിലയിലുള്ള കൊടുക്കാൻ കഴിയുമെന്നുള്ള നിർമ്മാണ ഏജൻസിയുടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ആ നിലയിൽ പറഞ്ഞത്. പക്ഷേ ഒരു 10-15 ദിവസം വൈകിട്ട്, 15 ദിവസമാണ് വൈകുന്നത്. ഇപ്പം 30-ാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 15 ദിവസമാണ് വൈകുന്നത്. നമ്മൾ കാണേണ്ടത് ഇത് 600 ദിവസമായിട്ടും പണം പിരിച്ചിട്ട് ഒരു തറക്കല്ലിട്ടതിൽ ഒതുക്കി നിൽക്കുക. അത് ആരാ ഇട്ടത്? കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതയായ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് തറക്കല്ലിട്ടതാണ്. അവിടെ ഒരു കല്ല് പോലും എടുത്തു വെക്കാത്തവരാണ് ഈ 15 ദിവസത്തിന്റെ ഒരു മാറ്റം വന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. 15 ദിവസം കൊണ്ട് കൊടുക്കും. അത് അങ്ങനെ ഉണ്ടായ സാഹചര്യമൊക്കെ മന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചു. ഞാൻ സഭയില്ലാത്തതിൽ കടക്കുന്നില്ല. ഇവിടെ ഇലക്ഷൻ വന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾ പോയതുണ്ട്, വിഷുവിന്റെ ഭാഗമായി കുറച്ച് തൊഴിലാളികൾ പോയതുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായി ഒരു 15 ദിവസം, കുറച്ച് ദിവസം മഴ വന്നതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 30-ാം തീയതി അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദുരന്തബാധിതർക്ക് ഇതിൽ വിശ്വാസമുണ്ടെന്നേ, ഈ സർക്കാരിൽ വിശ്വാസമുണ്ട്. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നമ്മൾ ഓർമ്മയില്ലേ? അവിടെ നിർമ്മാണം ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പ്രതിനിധി ഉൾപ്പെടെ അവിടെ പോയതാണല്ലോ. നിർമ്മാണം ആരംഭിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് ഒരു മാസമാവുകയാണ്. ഒരു മാസത്തോട് അടുക്കുകയാണ്. ഒരു മാസമാവുന്നു നിർമ്മാണം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട്. നിർമ്മാണം ആരംഭിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തോ? വാക്കുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള തട്ടിപ്പാണ്. എന്നാൽ സർക്കാർ ദുരന്തബാധിതരെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ചേർത്ത് നിർത്തുന്നു. രക്ഷാപ്രവർത്തനം സർക്കാരിന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്നു. ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം, പിന്നീട് ക്യാമ്പുകളിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവർക്ക് ആവശ്യമായ ദിനപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകിക്കൊണ്ട് കഴിഞ്ഞ 21 മാസക്കാലമായി കൃത്യമായി അവർ സംരക്ഷിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ദുരന്തബാധിതർക്ക് ഈ ഗവൺമെന്റിൽ കൃത്യമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസം തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ, ചില മാധ്യമങ്ങളും ചില ആളുകളും ആ നിലയിൽ ശ്രമം നടത്തിയാൽ അതൊന്നും തകരാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ ദുരന്തബാധിതർ ഇപ്പോഴും ഗവൺമെന്റിൽ വിശ്വസിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായി അതിന്റെ പരിഹാരം എന്താണ് എന്ന് സർക്കാർ വിശദീകരിച്ചു. എങ്ങനെയൊക്കെയാണ് നടപടിക്രമം? 5 വർഷക്കാലം നേരത്തെ ഇവിടെ പറഞ്ഞ
പറഞ്ഞല്ലോ, ഡിഫക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന 5 വർഷക്കാലത്തേക്ക് നിശ്ചിത ശതമാനം ഓരോ വീടിന്റെയും തുക റിലീസ് ചെയ്യുന്നത് 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ അത്തരത്തിൽ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളിൽ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഡിഫക്റ്റ് ലയബിലിറ്റി ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇത് കാണേണ്ട ഒരു കാര്യമുണ്ട്. ടൗൺഷിപ്പ് മാത്രമല്ല, ദുരന്തമുണ്ടായ ഘട്ടം മുതൽ ഓരോ കാര്യത്തിലും ഈ എങ്ങനെയെങ്കിലും വിവാദമുണ്ടാക്കിക്കൊണ്ടും എങ്ങനെയെങ്കിലും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുമുള്ള പ്രവർത്തനമല്ലേ കോൺഗ്രസിന്റെ ഭാഗമായി നടത്തിയത്. പൂത്ത ബ്രെഡിനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ലേ? ഒരു ബ്രെഡും വിതരണം ചെയ്യാത്ത സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ പറഞ്ഞത് പൂത്ത ബ്രെഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തെറ്റായ പ്രചാരവേല ആ ഘട്ടത്തിൽ നടത്തി. പിന്നീട് പറഞ്ഞു ഇങ്ങനെ സർക്കാർ വീടൊന്നും വെച്ച് നൽകാൻ പോകുന്നില്ല, വീട് വെച്ച് നൽകണമെങ്കിൽ സ്ഥലം കിട്ടണ്ടേ എന്ന് ചോദ്യം ചോദിച്ചു. സ്ഥലം സർക്കാർ ഇടപെട്ട് വാങ്ങിയെടുക്കും പറഞ്ഞു. കോടതിയിൽ മാനേജ്മെന്റ് പോയപ്പോൾ കോടതിയിൽ സർക്കാർ തോറ്റു കൊടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് സ്ഥലം എടുക്കാൻ പോകുന്നില്ല. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമാണല്ലോ. സർക്കാർ കോടതിയിൽ ഇടപെട്ടു, കൃത്യമായി ഇടപെട്ടതിന്റെ ഭാഗമായി സ്ഥലം ലഭിച്ചു. സർക്കാർ 47 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചുകൊണ്ട് ഈ സ്ഥലം ഏറ്റെടുത്തു. പിന്നീട് പറഞ്ഞു വീട് നിർമ്മിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് 15 ലക്ഷം വാങ്ങി നിങ്ങൾ പോയിക്കോളൂ എന്ന് ചിലരോട് പറഞ്ഞപ്പോൾ അത് ചിലർ വിശ്വസിച്ചു പോയ സാഹചര്യം വരെ ഉണ്ടായില്ലേ. അങ്ങനെ പലതരത്തിൽ എങ്ങനെയെല്ലാം ഈ ടൗൺഷിപ്പിനെ തുരങ്കം വെക്കാൻ വേണ്ടി കഴിയുമോ ആ ശ്രമമല്ലേ നടത്തിയത്. സ്ഥലം MLA ഉൾപ്പെടെ ടൗൺഷിപ്പിന്റെ തൊട്ടപ്പുറത്ത് 1/2 കിലോമീറ്റർ അപ്പുറത്താണ് MLA ഓഫീസ്. അദ്ദേഹം ആ ഭാഗത്തേക്ക് വരാൻ പോലും തയ്യാറായിരുന്നില്ല. പിന്നീട് ടൗൺഷിപ്പ് ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന ഘട്ടം എത്തിയപ്പോഴാണ് അദ്ദേഹം അങ്ങോട്ട് വന്നത്. അപ്പൊ ആ നിലയിൽ കോൺഗ്രസ് നേതാക്കൾ പറയും ഈ നമ്മുടെ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പുനരധിവാസ പ്രവർത്തനവും ദുരന്ത നിവാരണ പ്രവർത്തനത്തിനും വേണ്ടി CMDRFിലേക്ക് പണം ശേഖരിക്കാൻ വേണ്ടി കോൾ ചെയ്തപ്പോ ആ പണം വരാതിരിക്കാൻ വേണ്ടി ക്യാമ്പയിൻ എടുത്തവരില്ലേ കോൺഗ്രസ്. എന്താ നമ്മൾ മറന്നുപോയോ? ഇപ്പൊ കണ്ണീർ ഒഴുക്കുന്ന കോൺഗ്രസ് മറുപടി ആദ്യം പറയേണ്ട കാര്യം അതാണ്. ഇതുകൂടെ പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞത് CMDRFിലേക്ക് പണം കോൾ ചെയ്തപ്പോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞു. KPCCയുടെ അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞു കോൺഗ്രസിന്റെ ആപ്പ് ഉണ്ട് അതിൽ കൊടുത്താൽ മതി എന്ന രൂപത്തിൽ പറയുന്നു. NGO അസോസിയേഷൻ ഉത്തരവ് കത്തിച്ചുകൊണ്ട് ഈ സാലറി ചാലഞ്ചിനെതിരെ ക്യാമ്പയിൻ എടുക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന നിലയല്ലേ ഇവരുണ്ടായത്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സർക്കാർ ഇതുവരെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഇതിനെയും സർക്കാർ അതിജീവിക്കും, ഈ ദുഷ്പ്രചാരണത്തെയും സർക്കാർ അതിജീവിക്കും. നിങ്ങളുടെ ചർച്ചയുടെ ഹെഡിങ് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ഈ നിലയിലായിരുന്നില്ല എന്ന വിമർശനമാണ് ഞാൻ പറഞ്ഞത്. ഇരവാദത്തിന്റെ പ്രശ്നമല്ല ഇവിടെയുള്ള വിഷയം ദുരന്തബാധിതരോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു ഗവൺമെന്റിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ശ്രമം, അതും ഒരു ചെറിയ കല്ല് പോലും ദുരന്തബാധിതർക്ക് വേണ്ടി ഇടാൻ വേണ്ടി ഇതുവരെ കഴിയാതിരുന്നവരാണ് പറയുന്നത് എന്നതാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതാണ് കേരളത്തിന്റെ മുമ്പിലുള്ള ചിത്രം. അതിന് റഫീഖിന് തടസ്സമില്ലാതെ സംസാരിക്കാൻ വേണ്ടി ഇടവേള തന്നെ ഈ പരിപാടി അവസാനത്തേക്ക് മാറ്റുകയായിരുന്നു. ബോധ്യമുണ്ട്. ശരി റഫീഖ്. രാജു P. നായർ 2 കാര്യങ്ങൾ പ്രധാനമായും ആദ്യം നിങ്ങൾ കൃത്യമായി ഇടപെട്ടല്ലോ. അത് വിട്ടേക്കപ്പാ, കഴിഞ്ഞില്ലേ, നമ്മൾ പരിഹരിച്ചില്ലേ അത്. രാജു P. നായർ, ഈ കൈത്താങ് പദ്ധതിയിലൂടെ 96 വീട് എവിടെയെന്ന് റഫീഖ് ചോദിക്കുന്നു. റഫീഖിന് ആ സ്ഥലം അറിയുന്നതാണ്. റഫീഖ് പോലും കാണാത്ത 96 വീടുകൾ എവിടെ? പിന്നെ ശ്രീ M. ജയചന്ദ്രൻ രാജന്റെ കയ്യിൽ പോലും ഇന്ന് കാണാതിരുന്ന അത്രയും കൃത്യമായ സ്പ്ലിറ്റപ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ കോൺട്രാക്ട് അവാർഡ് ചെയ്തിരിക്കുന്നതെന്ന് ശ്രീ രാജു. വേണു, ഞാൻ പറയാം. കൈത്താങ്ങിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയത്തില്ല. 94 വീടുകളാണ്, 94 വീടുകൾ. അതിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൻ്റെ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. റഫീഖിന് എത്രയും പെട്ടെന്ന് മനസ്സിലാവും. കാരണം കാട്ടാന ചവിട്ടിക്കൊന്ന പോളിനും അവറാനും സംസ്ഥാന സർക്കാർ വീട് കൊടുക്കാമെന്നുകൊണ്ട് കൊടുക്കാതിരുന്നപ്പോൾ ഇന്ന് അവർ താമസിക്കുന്ന വീട് ആര് നിർമ്മിച്ചു കൊടുത്ത വീടാണ് എന്ന് റഫീഖ് ഒന്ന് അന്വേഷിച്ചാൽ മതി. റഫീഖിനെ അറിയാൻ പാടില്ല, റഫീഖിന് നന്നായിട്ട് അറിയാം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവർ ഡിഫക്റ്റ് ലയബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഡിഫക്റ്റ് ലയബിലിറ്റി ഇല്ലേ? പുത്തുമലയിൽ 2019 ഒരു അപകടം ഉണ്ടായല്ലോ. 52 പേർക്ക് വീട് വെച്ച് കൊടുത്തില്ലേ സർക്കാർ? എന്താ അവസ്ഥ? വേണു, നിങ്ങളുടെ സുർജിത്തിനോട് ചെന്നിട്ട്, സുർജിത്ത് എൻ്റെ നല്ല സുഹൃത്തായിട്ടോ, സുർജിത്തിനോട് ചെന്നിട്ട് ആ 52 വീടുകളുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നൗഫൽ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് പുത്തുമലയിൽ ഈ വീട് കിട്ടിയവർ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് പറ്റരുത്, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു എന്നാണ്. പുത്തുമലയിൽ 52 വീടുകളും ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുക. അവരിതിൻ്റെ പുറകെ നടന്നിട്ട് ഒരു പരിഹാരവും ലഭിച്ചില്ല. അവരെടുത്താണോ നിങ്ങൾ ഡിഫക്റ്റ് ലയബിലിറ്റി പറയുന്നത്? ഇല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, റഫീഖ് ഇവിടെ തന്നെ സംഭവിച്ചു. ഇലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്താൽ പിന്നെ ഉദ്ഘാടനം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പണി തീർക്കാണ്ട് കാക്കോല് കൈമാറി നാട്ടുകാരെ വഞ്ചിച്ചു. ഇതല്ലേ വളരെ കൃത്യമായിട്ടുള്ള സംഭവം? പിന്നെ ഇവിടെ ദുരന്ത ബാധിതർക്ക് വിശ്വാസമുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ ഇനി ഇടപെടല്ലേ. ദുരന്ത ബാധിതർക്ക് വിശ്വാസമുണ്ട്. വേണു, നിങ്ങളുടെ ആർക്കൈവ്സിൽ നോക്കൂ. ഈ ദുരന്ത ബാധിതർ വയനാട് കളക്ടറേറ്റിൽ സമരം ചെയ്തപ്പോൾ പോലീസിനെ കൊണ്ട് തല്ലിച്ചവരല്ലേ? റഫീഖിന് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. റഫീഖിന്റെ പാർട്ടി കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി, പേര് ഞാൻ പറയുന്നില്ല,
CPM ഇനി അവന്റെ കൂടി തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ്. റഫീഖിന്റെ ബ്രാഞ്ച് സെക്രട്ടറി സെപ്റ്റംബറിൽ പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ അവിടെ വന്ന് ചൂരൽമല അപകടത്തിൽ അതീവ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയ സർട്ടിഫിക്കറ്റ് ഉള്ള 13 പേർ ഞങ്ങൾക്ക് ചികിത്സാ സഹായം വിംസിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞവർ അങ്ങയുടെ ബ്രാഞ്ച് സെക്രട്ടറിയില്ലേ? പ്രിയങ്ക ഗാന്ധി ആ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടെ കൂട്ടിയല്ലേ സെപ്റ്റംബറിൽ കളക്ടറേറ്റിൽ പോയി കളക്ടറുടെ മുന്നിൽ വെച്ച് സിദ്ദിഖ് MLA കൂടെ ഇരുത്തിക്കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്? നിങ്ങളാണോ പരിഹാരം കണ്ടത്? നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി. വേണമെങ്കിൽ റഷീദ് നിശ്ചയിച്ചാൽ ഞാൻ പേര് പറയും, നിങ്ങൾക്ക് പോയിട്ട് അവിടെ റെക്കോർഡ്സ് പരിശോധിക്കാം. ഇതല്ലേ സംഭവിച്ചത്? വേണു 606 കോടി രൂപ CMRDF കിടപ്പുണ്ട്. 606 കോടി രൂപ. എന്താ 778 കോടി രൂപ കൊടുത്തതിൽ 146 കോടി മാത്രമാണ് ചെലവഴിച്ചത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 606 കോടി വെച്ചിരിക്കുന്നത്? അണ്ണയ്യനെ റഫീഖിനെ അറിയാൻ പാടില്ല. അണ്ണയ്യൻ ഇന്ന് എങ്ങനെയാണ് റഫീഖ് അവിടെ ജീവിക്കുന്നത്? കൽപ്പറ്റയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുക. 130 രൂപയാണ് വരുമാനം ഒരു ദിവസത്തെ. അറിയോ? ക്യാൻസർ ബാധിതനാണ് ഇപ്പോൾ, ക്യാൻസർ ബാധിതൻ. അയാൾ പറഞ്ഞ ഞങ്ങളോട് പറയും, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ ഈ കഴിഞ്ഞ സെപ്റ്റംബർ, ദൂരെ പണ്ടൊന്നുമല്ല, ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പറഞ്ഞ ഞങ്ങൾക്കൊന്നും നിങ്ങൾ ചെയ്യണ്ട, ഈ സർക്കാർ ഒന്നും ചെയ്യണ്ട, എൻ്റെ 2.5 ഏക്കർ കൃഷിസ്ഥലമുണ്ട്, അവിടെ വന്ന് അടിഞ്ഞിരിക്കുന്ന കല്ലും മരവും മണ്ണും മാറ്റി തന്നാൽ ഞാൻ കൃഷി ചെയ്ത് ജീവിച്ചോളാം. നോ ഗോ സോണാണ്. അവിടെ വീട് വെക്കണ്ട, അവിടെ അവരെ താമസിപ്പിക്കണ്ട, ഫാക്ടറി ഉണ്ടാക്കണ്ട, ഒന്നും വേണ്ട. അവിടെ ഞങ്ങൾക്ക് ഇതൊന്നും മാറ്റി തന്നാൽ മതി. മാറ്റി കൊടുക്കാൻ പറ്റുമോ റഫീഖെ? റഫീഖിനെ അടച്ചപ്പോൾ കളക്ടർ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ചെലവിൽ വേണേൽ നിങ്ങൾ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഇല്ലേ? മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മാറ്റി തരണം, നിങ്ങളുടെ ചെലവിൽ വേണമെങ്കിൽ മാറ്റിയാൽ കുഴപ്പമില്ല. 10ഉം 20ഉം മീറ്റർ കിടക്കുന്ന കല്ലും മണ്ണും. ഞങ്ങൾ ചോദിച്ചു ഇത് മാറ്റണമെങ്കിൽ എന്ത് ചെലവ് വരും? അദ്ദേഹം പറഞ്ഞു ഞാൻ എടുക്കാം. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു പറയട്ടെ, അല്ല തീർന്നിട്ടുള്ള വേണു. പിന്നെ 290 കോടിയുടെ കണക്ക് പറയുന്നുണ്ട്. എവിടെയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് ഉള്ളത്? എവിടെയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് ഉള്ളത്? ഈ എസ്റ്റിമേറ്റ് വേണുവിന് ലഭ്യമാണോ? ഇതിന്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കൊടുക്ക്. നിങ്ങൾ പറയുന്ന 100, 1 കോടി, 5 കോടി, 10 കോടി ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇതാ. വേണു 773 കോടിയിലെ CMDRF വന്നതിന് പുറമെ 1000 കോടി രൂപ ഈ സർക്കാർ ലഭിച്ചിട്ടുണ്ട്. 1000 കോടി രൂപ. ഞാൻ കണക്ക് വേണേ പറയാം. ഈ PIU-ലേക്ക് DYFI കൊടുത്തതും കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ കൊടുത്ത 40 കോടിയുണ്ട്. എന്താ കണക്കിൽ വരാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കണക്കിൽ പറയാത്തത്? 120 കോടി കിട്ടിയില്ലേ ഹൈക്കോടതി ഇടപെട്ട്? എന്താ പറയാത്തത്? ഷാസി ഫണ്ടിൽ നിന്ന് 256 കോടി കിട്ടിയില്ലേ? 529 കോടി വേറെ കിട്ടിയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ആ ബെയിലി പാലത്തിന് പകരം പാലം പണിയാൻ തകർന്ന സ്കൂള് കഴിഞ്ഞിട്ടുണ്ടോ? അവസാന ലാപ്പിൽ പച്ചക്കളവ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അവസാന ലാപ്പിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയാണ്. ഓരോന്നായി വിശദീകരിക്കാൻ കൃത്യമായുണ്ട്. ചികിത്സാ സഹായം സർക്കാർ നേരത്തെ തന്നെ കൃത്യമായി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ചികിത്സയും ഞാൻ പറയട്ടെ, ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി എങ്ങനെയാണ് ഇറക്കിയതാണ്. അത് ചികിത്സ സ്വകാര്യ ആശുപത്രിയിൽ പോലും ചികിത്സ നേടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയട്ടെ, കൃത്യമായി സംസ്ഥാന സർക്കാർ ആ പണം കൊടുക്കുന്നു. പിന്നെ വരുമാനം നിലവിച്ചവരെ കുറിച്ച് കൂടെ പറഞ്ഞല്ലോ. പ്രതിദിന വരുമാനം 300 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ 300 രൂപ വെച്ച് പ്രതിദിന വരുമാനം 300 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ 2 പേർക്ക് വരെ അവിടെ കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ 3 പേർക്ക് വരെ 27,000 രൂപ വരെ ഒരു കുടുംബത്തിലേക്ക് പ്രതിമാസം നൽകുകയാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 300 രൂപ വെച്ച് പ്രതിദിന വരുമാനം പോയി പ്രതിസന്ധിയിലാവുന്ന അവസ്ഥയില്ല. അങ്ങനെ വരുമാനം മൈക്രോ പ്ലാനിലൂടെ ഇത് പരമാവധി 3 മാസം, അങ്ങേയറ്റം പോയാൽ 6 മാസം, പക്ഷെ നിങ്ങൾ 21 മാസമായി കൊടുക്കുന്നു. ഇതെല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നു. അല്ലല്ല റഫീഖിന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിൽ പരാതിയുമായി പോകേണ്ടി വന്നത് എന്ന് നമുക്ക് വീണ്ടും തെറ്റായ കാര്യം. നിങ്ങൾ രാജു പി നായർ പറയുന്നത് മാത്രം കേട്ടിട്ട് ആ കാര്യം ആവർത്തിക്കേണ്ടവരല്ല നിങ്ങൾ. അല്ല, വെല്ലുവിളിക്കുകയാണല്ലോ. അദ്ദേഹം ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നായി പൊളിഞ്ഞതാണ്. ബ്രാഞ്ച് ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ 96 വീട് ഏതാന്ന് പറയൂ. രാഹുൽ ഗാന്ധിയുടെ 96 വീട് രാജു 96 വീട് എവിടെ? ഇവർ പറയട്ടെ. രാജു 96 വീട് എവിടെ? 96 വീട് ഏതാണെന്ന് പറയട്ടെ. 96 വീട് നിങ്ങൾ 96 വീട് ഏതെന്ന് പറയൂ. ഗുണഭോക്താക്കളുടെ പേര് പറയൂ. ലിസ്റ്റ് പുറത്തുവിടും. 94 വീട് നിങ്ങൾ പറയൂ. നിങ്ങൾ പല ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടാവും.
തറക്കല്ലിട്ടിട്ടുണ്ടാവും, താക്കോൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ശരി ശരി, പോളിന്റെയും അവറാന്റെയും വീട് പോയി നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ബാക്കി 92 വീടിന്റെ കണക്കറിയണം. ശരി ശരി ശരി, സമയം പൂർണ്ണമായി കഴിഞ്ഞു. സമയം പൂർണ്ണമായി കഴിഞ്ഞ് ഞാൻ ഇടപെടുകയാണ്. ശരി രാജു, ശരി റഫീഖ്.